തൊള്ളായിരിക്കും. ഏതായാലും ദൈവസന്നിധിയിൽ വളരെ ശ്രദ്ധയോടെ വളരെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. बड़े आपके साथ पूरा प्रचार बात करना ऐसा जरूरी नहीं है, हो सकता है उसमें से कोई एक शब्द या कोई एक सेंटेंस आपसे आपको छुएगा, कुछ भी हो बड़ी प्रार्थना के साथ उसकी उपस्थिति में ठहरेंगे। ഞങ്ങൾ താമസിക്കുന്നത് കൊച്ചിയിലാണ്. എറണാകുളത്ത് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിയുടെ അടുത്താണ് ഞങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. पिछले 4 सालों से हम एर्नाकुलम में स्मार्ट सिटी के नजदीक में हम रहते हैं. ഞാൻ ഒരു ക്രിസ്തീയ ഭവനത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. और हम मसीह परिवार में हमारा जन्म हुआ है. ഞാൻ എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. मेरा पिताजी एक पास्टर हैं. എൻ്റെ വലിയപ്പച്ചൻ ഫാദറിന്റെ ഫാദർ നല്ലൊരു സുവിശേഷകനായിരുന്നു. और मेरा दादाजी तो है वो भी एक सुसमाचार की प्रचारक है. സോ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ പാസ്റ്റനേജിലാണ്. ചർച്ചിനോട് ചേർന്നുള്ള ഒരു വീടിന്റെ പേരാണ് പാസ്റ്റനേജ്. और मेरा जन्म और मेरा पाल पोषण और मेरा बड़ापन सब पास्टरनेज में हुआ, जो चर्च के साथ जहाँ पासवान रहता है उस घर को कहते हैं पास्टरनेज. എന്റെ പിതാവിന് 2 ജ്യേഷ്ഠന്മാരുണ്ട്. അവർ രണ്ടുപേരും 2 ചർച്ചസിലെ പാസ്റ്റേഴ്സ് ആണ്. मेरे पिताजी के 2 बड़े भाई हैं, वे दोनों 2 कलीसिया के पासवान हैं. എന്റെ പിതാവിന് 4 പെങ്ങന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 3 പേരെ 3 ചർച്ചിലെ പാസ്റ്റേഴ്സിനെ കൊണ്ടാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. और मेरे पिता के 4 बहनें हैं. उन 4 बहनों में से 3 बहनें को कलीसिया के पासवानों के साथ उनका विवाह हुआ है. എന്റെ അമ്മയ്ക്ക് ഒറ്റ ആങ്ങളേ ഉള്ളൂ, അദ്ദേഹം പാസ്റ്ററാണ്. और मेरा माँ का एक ही भाई है और वो भी पास्टर है. ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു പാസ്റ്ററുടെ മകളെയാണ്. എന്റെ ഭാര്യ ഒരു പാസ്റ്ററുടെ മകളാണ്. और मेरा जो धर्मपत्नी है वो भी एक पासवान की बेटी है. എന്നാൽ ഇതൊന്നും എന്നെ ഒരു പാസ്റ്ററാക്കാനോ സുവിശേഷകനാക്കുവാനോ ഉതകിയില്ല. मगर ये सब बातें खासियत मुझे पासवान बनाने का एक प्रेरणा नहीं दिया है. ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞു, ഉപരിപഠനത്തിനായിട്ട് വിദേശത്ത് പോയി, അവിടെ പഠിച്ചു, ജോലി ചെയ്തു. നല്ല ജോലി ദൈവം ഞങ്ങൾക്ക് തന്നു. मेरा पढ़ाई खत्म किया और उसके बाद ऊंची शिक्षा के लिए मैंने विदेश की ओर गया. वहां भी अच्छा पढ़ाई करके एक अच्छा नौकरी परमेश्वर ने हमें दिया था. അതിനുശേഷം ഞങ്ങൾ വിവാഹിതരായി. ഞങ്ങൾ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. और हमारे विवाह के बाद हम कुवैत में रहकर नौकरी कर रहे थे. എന്നാൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ എന്നെ ദൈവം നേരിട്ട് വിളിച്ചു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. मगर मेरे 30वीं उम्र में परमेश्वर ने उसकी सेवकाई के लिए सीधे रूप से मुझे बुलाया. കുഞ്ഞുനാൾ മുതലേ പല പ്രവാചകന്മാര് എന്റെ തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞിട്ടുണ്ട്, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന്. बचपन से ही अनेक नबियों ने मेरे सिर पे हाथ रखकर मुझसे संदेश पहुंचाया कि आप सुसमाचार के लिए अलग किए गए हैं. പക്ഷേ അതൊന്നും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുവാൻ എനിക്ക് സാധ്യമായില്ല. ഞാൻ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് കയറി പറയട്ടെ. ആരെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളെ യഥാർത്ഥമായിട്ടും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവരാണെങ്കിൽ ദൈവം നിങ്ങളെ നേരിട്ട് വിളിക്കും. और मैं एक संदेश आपको इसके बीच में देना चाहता हूं कि अगर आप में किसी में भी परमेश्वर का बुलावट है तो परमेश्वर उसकी सेवकाई के लिए आपको सीधे रीति से बुलाएगा. അല്ലാതെ ആരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങരുത്. और तब आप परमेश्वर की सेवकाई में उस समझ के साथ, सोच के साथ नहीं उतरना है. നിങ്ങൾ ആ സമയം വരെ വെയിറ്റ് ചെയ്യണം. उस समय तक आपको इंतजार करना है. അങ്ങനെ ദൈവം എന്നെ നേരിട്ട് വിളിച്ചു. എന്റെ 30ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ ജോലി രാജിവെച്ച് ഞാൻ നിന്നോട് പറയുന്ന സ്ഥലത്ത് പോയി വേല ചെയ്യണമെന്ന് പറഞ്ഞു. और उस प्रकार मेरे 30वीं उम्र में परमेश्वर ने मुझे सीधी रीति से बुलाया और मुझसे कहा कि तेरे नौकरी से इस्तीफा देकर मैं जो जगह तुझे दिखाने वाला हूँ वहां जाकर परमेश्वर की सेवकाई करो. ആ സമയത്ത് ഞാനും എന്റെ വൈഫും ഒരേ കമ്പനിയിൽ നല്ല ജോലിയിലായിരുന്നു കുവൈറ്റില്. और कुवैत में मैं और मेरा पत्नी हम दोनों एक ही कंपनी में अच्छे नौकरी में पदवी में थे. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ കിട്ടിയ ഭാഗ്യമാണ്. और मेरे जिंदगी में सबसे बड़े जो भाग्य मुझे मिला है वो उसको मेरे उद्धारकर्ता स्वीकार करने का जो मौका मुझे मिला उसे मैं गिनता. രണ്ടാമത്തെ വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവ് എന്നെ വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ അത് അനുസരിക്കാനായിട്ട് ഒരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ്.
और दूसरा भाग्य धन्य अवस्था यह है कि परमेश्वर ने मुझे जब उनकी सेवकाई के लिए बुलाया, तब उस कहने को मानने के लिए जो अवसर, जो मौका मुझे मिला, उसको मैं धन्य अवस्था गिनता हूँ। ഞാൻ ഇടയ്ക്ക് കയറി പറയട്ടെ, നിങ്ങളോട് ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ ഒരു പോഷനെ പോലെ അതങ്ങ് അനുസരിച്ചോണം. और मैं वापस आपसे कहता हूं कि अगर परमेश्वर आपको कोई भी बात कहता है, तो एक मूर्ख के समान उस बात को आप विश्वास करके उस पर उसका आज्ञा को मानना है। ദൈവത്തെ ചോദ്യം ചെയ്യരുത്. കാരണം ദൈവം ചിലപ്പോൾ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ പോഷത്തരമായിട്ട് തോന്നിയേക്കാം. परमेश्वर को कभी भी हमें सवाल नहीं करना है, क्योंकि हो सकता है हमारे परिस्थितियों के बीच में जब परमेश्वर हमें बुलाता है, उस परिस्थितियों के बीच में परमेश्वर को हम उसे समझते होंगे। പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. मगर जिस परमेश्वर ने हमें बुलाया है, वो विश्वासी योग्य परमेश्वर है, അവിടുന്ന് വഴിയിലിട്ടു പോകത്തില്ല. और वो हमें कभी मार्ग में छोड़ के नहीं जाता है। വഴിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മളെ തകർക്കത്തില്ല. और मार्ग के बीच में अनेक समस्या हो सकती है, मगर वो हमें कभी नाश नहीं कर सकती है। ഈ സന്ദേശത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ഈ സൂം മീറ്റിംഗിനകത്തുള്ളവരോട് ശക്തമായിട്ട് സംസാരിക്കുകയാണ്. ചിലർ ഒരുപക്ഷെ വിചാരിക്കാം, എന്റെ ദൈവമേ, ഈ പ്രശ്നത്തിനകത്ത് ഞാൻ അകപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ ദൈവം നിന്നെ വിളിച്ചത് സത്യമാണെങ്കിൽ അവിടുന്ന് നിന്നെ വഴിയിലിട്ടു പോകത്തില്ല. इस जूम मीटिंग के अंदर जो शामिल हैं, इनको शुरुआत में परमेश्वर का वाणी में आपको देता हूं कि आप सोच रहे होंगे कि इस समस्या से मैं कैसे आगे बढ़ूं। अगर परमेश्वर ने आपको बुलाया है और इस बात सच है, तो परमेश्वर कभी भी आपको मार्ग के बीच में त्यागेगा नहीं। ഹല്ലേലൂയ. ചുറ്റുപാടുമുള്ളവർക്ക് തോന്നും ഇത് തീരുകയാണ്, ഇതും കൊണ്ട് അവസാനമാണെന്ന് മറ്റുള്ളവർ തോന്നും, അവർ പറയും. ഒരുപക്ഷെ നമുക്ക് തന്നെ തോന്നിയേക്കാം, എന്റെ കർത്താവേ, ഇതെന്റെ അവസാനമാണോ? ഈ രോഗം കൊണ്ട് ഞാൻ തീരുമോ? ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ തീരുകയാണോ എന്നൊക്കെ ഓർത്തേക്കാം. പക്ഷേ എന്റെ ദൈവം നിന്റെ കരത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൻ സംസാരിക്കത്തില്ലായിരിക്കാം ആ പ്രശ്നത്തിന്റെ നടുവിൽ, പക്ഷെ അവൻ വഴിയിൽ ടച്ച് പോകത്തില്ല. और हो सकता है हमें इस प्रकार के विचार आए, हमारे चारों ओर इर्द गिर्द रहने वाले पड़ोस हमें छोड़ दिया, हमारे संबंधी, हमारे दोस्त लोगों ने हमें छोड़ दिया। क्या इस समस्या को हमें, हे प्रभु, मुझे अकेला सामना करना है? इसके बीच में से मैं किस प्रकार उस पार पहुंचूंगा? इस प्रकार की समस्या से जब हम गुजरते हैं, तो अगर परमेश्वर हो सकता है उस समस्या के बीच में हमसे बात नहीं करता होगा, मगर वो कभी भी हमें मार्ग के बीच में छोड़ेगा नहीं, ना इनकार करेगा। അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ ഒരു ഭയത്തോടെയോ ആശങ്കയോടെയോ ഭാവിയെ പറ്റിയുള്ള ആങ്സൈറ്റിയിലോ ആണ് ഈ യോഗത്തിൽ, ഈ മീറ്റിംഗിൽ വന്നിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നു, ഇത് നിന്റെ അവസാനമല്ല, ഇതിനെയും നമ്മൾ മറികടക്കും. और आज शाम के समय कोई भी इस प्रकार की एक चिंता के साथ, एक आलोचना के साथ, इस प्रकार की व्याकुल अवस्था में आज शाम के समय इस मीटिंग में अगर भाग लेते हैं, तो एक बात आप समझ लीजिएगा कि परमेश्वर कभी भी आपको त्यागेगा नहीं। അങ്ങനെ ഞങ്ങള് കുവൈറ്റിലെ ജോലി രാജിവെച്ചിട്ട് ഞങ്ങള് ദൈവാത്മാവ് ഞങ്ങളോട് എങ്ങോട്ട് പോകണോ എന്നുള്ള കാര്യം പറഞ്ഞില്ല, മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങണമെന്നേ പറഞ്ഞുള്ളൂ. और इस प्रकार हम हमारे कुवैत के जो नौकरी है उससे इस्तीफा देकर, परमेश्वर ने हमें ये नहीं कहा कि कहाँ जाना है, परमेश्वर की आत्मा ने केवल हमसे कहा कि सुसमाचार की सेवका के लिए निकल। ഞങ്ങൾ റിസൈൻ ചെയ്യാൻ നേരത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ചർച്ചിലോ ഞങ്ങളുടെ ബന്ധുക്കാരോ ഞങ്ങളുടെ വീട്ടുകാരോ ഒന്നും നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഈ 10, 28, 30 വയസ്സുള്ള ഈ പിള്ളേരെ എന്താ പോഷത്തിലായി കാണിക്കാൻ പോകുന്നതെന്നാ ആളുകളൊക്കെ വിചാരിച്ചത്. और जब हम हमारे नौकरी से इस्तीफा देकर इस सेवका के लिए उतरे, तो हमारे परिवार से या हमारे कलीसिया से किसी ने भी हमें इस प्रकार हमारे सहायता करने के लिए या हमारे साथ खड़ा रहने के लिए नहीं था। उनके मन में इस प्रकार की विचार थी कि ये नौजवान बच्चे इस प्रकार की गलती क्यों कर रहे हैं। ഇന്ന് രാത്രിയിൽ വീണ്ടും പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ദൈവാലോചന പ്രകാരം എടുത്ത ചില തീരുമാനങ്ങൾ പോഷത്തരമാണെന്ന് വീട്ടുകാര് പറഞ്ഞ അനുഭവമുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. आज रात के समय मेरे आवाज सुनने वाले प्रियों को मैं आपसे कहता हूं
कि अगर परमेश्वर का कहना मानकर आप निकल पड़े और आपके घर वाले कहते होंगे कि इस प्रकार की गलत निर्णय इन लोगों ने किस प्रकार निकाला, परमेश्वर की आवाज सुनकर आपने निकला है, तो परमेश्वर आपके अनुकूल है, तो आपके विपरीत कौन खड़ा रहेगा? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഉറച്ചാട്ടെ, ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്. इसलिए आज रात को हम परमेश्वर पर दृढ़ पाएंगे, परमेश्वर हमें संभालने वाला है, हमें सुरक्षित संभालने वाला परमेश्वर है। നിങ്ങളോട് പ്രസംഗിക്കാനായിട്ടുള്ള വചനം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പം ഒരു നിയോഗം എന്റെ ഈ അനുഭവങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പറയണമെന്നുള്ളതാണ്. और आज आपसे बात करने का जो वचन है वो मैंने यहाँ लिख के रखा है, मगर आज शाम के समय पवित्र आत्मा मेरे अनुभवों को आपसे बांटने के लिए मुझे प्रेरणा दे रही है। അതുകൊണ്ട് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്നത്തെ വചനം പറയാം, അല്ലെങ്കിൽ വേറൊരു അവസരത്തിൽ പറയാം. ലെറ്റ് മീ ടോക്ക് അബൌട്ട് മൈ എക്സ്പീരിയൻസ്. എന്റെ അനുഭവത്തെ പറ്റി പറയാനായിട്ട് എനിക്ക് വല്ലാതെ ഒരു പ്രേരണ എന്റെ ഉള്ളിൽ തോന്നുന്നു. समय बचता है तो मैं परमेश्वर की वचन से बताऊंगा, नहीं तो मैं आगे कोई और मौके पे मैं बताऊंगा। आज शाम के समय मेरे जिंदगी के अनुभवों को बताने के लिए पवित्र आत्मा मुझे प्रेरणा दे रही है। ഈ സമയത്ത് ഞാനും എന്റെ ആശമയും ഞങ്ങൾ വൈഫും കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. उस समय मैं और मेरे पत्नी उपवास में और प्रार्थना में लगे थे। ഞങ്ങൾ റിസൈൻ ചെയ്താൽ പിന്നെ 3 മാസമേ ഞങ്ങൾക്ക് കുവൈറ്റിൽ രാജ്യത്ത് നിൽക്കാൻ ഒക്കത്തുള്ളൂ. അതുവരെ മാത്രമേ വിസ ഉള്ളൂ, ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. हमारा इस्तीफा देने के बाद हम केवल 3 महीने ही उस कुवैत के राज्य में रह सकता है, क्योंकि वीजा का समय भी उतना ही था। ദൈവാത്മാവ് ഞങ്ങളോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ല. पवित्र आत्मा ने हमें इस्तीफा देने को कहा, मगर कहाँ जाने के लिए नहीं कहा। ഞങ്ങൾ അതനുസരിച്ചു റിസൈൻ ചെയ്തു. പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. और हम उसके कहना मानकर इस्तीफा देकर कहाँ की ओर जाना है करके नहीं जानते हुए इस प्रकार इंतजार में बैठे थे। ആളുകൾ ഞങ്ങളോട് ചോദിക്കുക, എന്തോ ചെയ്യാൻ പോകുന്നേ, എങ്ങോട്ടാ പോകുന്നേ, ഞങ്ങൾക്കറിയത്തില്ല. और लोग हमसे पूछ रहे हैं क्या करने वाले हो, कहाँ की ओर जाने वाले हो, मगर हमने कहा कि हम नहीं जानते हैं। ഒരു കാര്യം മനസ്സിലാക്കിക്കാട്ടെ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അങ്ങ് അകലെ വരെയുള്ള സംസാരിക്കത്തില്ല. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. അത് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു. एक बात आप समझ लीजिएगा कि परमेश्वर हमारे पूरे भविष्य में आगे की ओर क्या करना है करके बहुत लंबी दूरी तक क्या करना है नहीं पड़ेगा, अगला कदम में हमें क्या करना है करके हमें बराबर परमेश्वर समझाएगा। उसके बाद जब हम उस कदम को पूरा करते हैं तो उसके बाद वाली जो कदम है उसके बारे में वो हमें समझाएगा। അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുക എന്ന് പറഞ്ഞു. अब्राहम से परमेश्वर ने कहा कि जो देश को मैं तुझे दिखाऊंगा उस देश की ओर तू निकल चल। നമ്മളായിരുന്നെങ്കിൽ ആ കാണിപ്പാനിരിക്കുന്ന ദേശം എവിടെയാണെന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മൾ യാത്ര തുടങ്ങത്തുള്ളൂ. अगर हम उसके जगह पे होता तो उस दिखाने वाली जगह कौन सा है करके उसके बारे में जाने बगैर हम हमारे मुसाफरी को शुरू नहीं करते। പക്ഷെ അബ്രഹാമിന്റെ ഗുണം, ദൈവം പറഞ്ഞത് അതുപോലെ അങ്ങ് അനുസരിച്ചു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. मगर खासियत यह था कि वो परमेश्वर के कहना को मान लिया और उसी समय उन्होंने घर से निकल पड़ा। പോകുന്ന വഴിക്ക് അബ്രഹാമിനോട് വിളിച്ചിരുത്തിട്ട് ആരെങ്കിലും ചോദിക്കാതിരിക്കട്ടെ, അബ്രഹാമേ നീ എങ്ങോട്ട് പോവുക എന്ന് ചോദിക്കാതിരിക്കട്ടെ. और मान लीजिए कि जिस मार्ग से वो निकल रहे हैं उस मार्ग में अनेक लोगों ने अब्राहम से मिलकर पूछा होगा अब्राहम की ओर जा रहा है। അബ്രഹാം പറയും, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുകയാണ്. और अब्राहम उनसे जवाब देगा कि मैं उस देश की ओर चल रहा हूं जो परमेश्वर मुझे दिखाने वाला है। ഈ കേൾക്കുന്നയാള് പറയും, ഈ കാണിപ്പാനിരിക്കുന്ന ദേശം എന്നുള്ള ദേശം ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ലോ, അത് എവിടെയാണ് അബ്രഹാമേ എന്ന് ചോദിച്ചേക്കാം. तो ये उत्तर सुनने वाले व्यक्ति हो सकता है अब्राहम से पूछेगा कि जो दिखाने वाला देश है वो कौन सा है करके हम नहीं जानते हैं। ആ ചോദ്യത്തിന് അബ്രഹാമിന് മറുപടി ഇല്ല. मगर उस सवाल के सामने देखिए अब्राहम के पास कोई उत्तर नहीं है। കാണിപ്പാനിരിക്കുന്ന ദേശം എന്നൊരു ദേശം ഗ്ലോബിനകത്തോ നമ്മളെ വേൾഡ് മാപ്പിനകത്ത് നോക്കിയാലോ അങ്ങനെ ഒരു ദേശം കാണത്തില്ല. और इस प्रकार दिखाऊंगा करके जो देश है उस प्रकार का देश अगर हमारे ग्लोब में या हमारे मैप में नक्शे में हम देखेंगे तो हमें नहीं दिखेगा। പക്ഷെ ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ അതിൻ പ്രകാരം ചുവടുകൾ വെച്ചോ, എന്റെ ദൈവം അന്ത്യത്തോളം നിന്റെ കൂടെയുണ്ട്. अगर परमेश्वर ने आपको बुलाया है तो फिर उसके बुलावट के अनुसार आप आपके कदमों को रखिए, अंत तक परमेश्वर आपका साथ रहेगा।
ദൈവം പറയുന്ന ചില കാര്യം മനുഷ്യൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നിനക്ക് മറുപടി. परमेश्वर जब आपसे कुछ कहता है तो मनुष्य उसके सामने जो सवाल करता है उसके सामने हो सकता है आपके पास उत्तर नहीं होगा। ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. പലപ്പോഴും ഉത്തരമില്ലാതെ നിന്ന സമയങ്ങളിൽ, നിന്റെ ഇങ്ങനെ സിബിട്ട് മൂടിയതുപോലെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. अगर आज रात के समय पर पवित्र आत्मा आपको याद दिलाता है कि अक्सर अनेक सवालों के सामने जब आपके पास उत्तर नहीं था, आपका जीव इस प्रकार एकदम बंद था, तब पवित्र आत्मा परमेश्वर की उस उपस्थिति हमारे संग रहता था। ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോണം, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേല. और उस प्रकार हम उपवास करके प्रार्थना करने लगा कि हे परमेश्वर, आपकी सेवका के लिए हमें जाना है, मगर कहाँ जाना है करके हम नहीं जानते हैं। ഞങ്ങൾ വിചാരിച്ചൊരു 3 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമെന്ന് ദൈവം ഞങ്ങളോട് സംസാരിക്കുമെന്ന് ഓർത്തെ. हमने सोचा कि 3 दिन अगर हम उपवास करके प्रार्थना करेंगे तो परमेश्वर हमसे बात करेगा। ഇതിനിടയ്ക്ക് നൂറുകണക്കിന് ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യാൻ പോവുകയാണ്? പക്ഷെ ഞങ്ങൾക്ക് ഉത്തരവില്ല. इसके बीच में अनेक सैकड़ों लोग हमसे पूछते थे कि अभी आप लोग क्या करने वाले हो, और उस सवालों के सामने हमारे पास कोई जवाब नहीं था। ഞങ്ങളുടെ ഫാസ്റ്റിംഗ് 2 ദിവസം കഴിഞ്ഞു, 3 ദിവസമായി, 7 ദിവസം കഴിഞ്ഞു, 14 ദിവസം കഴിഞ്ഞു, 21 ദിവസം കഴിഞ്ഞു. और हमारे फास्टिंग उपवास जो है वो 2 दिन हो गया, फिर 4 दिन हो गया, 7 दिन हो गया, उस प्रकार 21 दिन हो गया। ഈ ദിവസങ്ങളിലൊന്നും ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നില്ല. और इन दिनों में पवित्र आत्मा हमसे बात नहीं कर रहा था। ഞങ്ങള് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട്, പക്ഷെ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നില്ല. हम प्रार्थना कर रहे हैं, पवित्र परमेश्वर के वचन पढ़ रहे हैं, स्तुति कर रहे हैं, मगर परमेश्वर की आत्मा हमसे बात नहीं कर रहा है। നിന്റെ ചില പ്രതികൂല സമയങ്ങളിൽ, ദുർഘട വഴികളിൽ നീ ദൈവത്തോട് നിലവിളിച്ചാലും ദൈവം നിന്നോട് സംസാരിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? हो सकता है आपके जिंदगी में ऐसे मौका आया होगा जब आपके प्रतिकूल की अवस्थाओं में आपने परमेश्वर को पुकारा, मगर उन्होंने कोई जवाब नहीं दिया होगा। നമ്മുടെ പ്രതികൂലത്തിൽ ആരും നമ്മളെ സഹായിക്കാനില്ലാതെ എല്ലാം പ്രതികൂലമാകുമ്പോൾ, മുമ്പിൽ വലിയ മഹാപർവ്വതം പോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇടത്തോട്ടും വലത്തോട്ടും നമ്മൾ ദൈവം എന്തിയെ എന്ന് നോക്കും, പക്ഷെ കാണാൻ പറ്റത്തില്ല. हमारी जिंदगी में जब प्रतिकूल अवस्था आते हैं, प्रतिकूल पहाड़ के समान बड़े बड़े जब प्रतिकूल और विपरीत अवस्थाएं हमारे जिंदगी में आते हैं, हमारे संग रहने वाला परमेश्वर रहा है, उस समस्याओं के बीच में हो सकता है हम परमेश्वर को नहीं देख पाए। പക്ഷെ ആ സമയത്ത് നിന്നോട് ദൈവം സംസാരിച്ചില്ലെന്നോർത്ത് ദൈവം നിന്നെ കൈവിട്ടെന്നല്ല അർത്ഥം. और उस समय ये नहीं है कि परमेश्वर हमसे बात नहीं किया तो परमेश्वर ने हमें छोड़ दिया है। ഒരു വചനം ഞാൻ ഉറപ്പിനായിട്ട് ഞാൻ പറയാം. और एक दृढ़ता, आपकी दृढ़ता के लिए मैं एक वचन आपको बताता हूँ। എന്റെ നീതിമാൻ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. मेरे धर्मी जन है वो देखकर नहीं मगर विश्वास से रहता है। ഒരുപക്ഷെ നിന്റെ പ്രതികൂലത്തിൽ ദൈവം ഇറങ്ങി വരുന്നത് കാണാൻ നമ്മൾ പ്രതീക്ഷിക്കാം. ദൈവം കാണത്തക്ക രീതിയിൽ വരത്തില്ലായിരിക്കാം, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. हो सकता है हमारे समस्या के बीच में परमेश्वर को हम देख नहीं सकते हैं, मगर मैं विश्वास करता हूँ कि मेरे समस्या के बीच में मेरा परमेश्वर मेरे साथ रहता है। വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? എന്റെ ദൈവത്തിന് എന്നോടുള്ള വാഗ്ദത്തമാണ് ഞാനത് വിശ്വസിക്കുന്നത്. और विश्वास करने का कारण क्यों है? क्योंकि मेरा परमेश्वर मेरे प्रति जो वायदाएं हैं उसके वजह से मैं उस पर यकीन करता हूँ। എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. और मेरा परमेश्वर ने मुझसे कहा है कि मैं तुझे कभी छोड़ूंगा नहीं, ना कभी त्यागूंगा। എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവം എന്നോട് പറഞ്ഞു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, കൈവിടത്തില്ല. और हमारा परमेश्वर ने कहा कि एक स्त्री जो अपने जन्म दिया हुआ उस बच्चे को भूलेगा, अगर भूलेगा मैं तुम्हें कभी नहीं छोड़ूंगा। എന്റെ ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. मेरे परमेश्वर ने मुझसे कहा है कि मैं संसार के अंत तक तुम्हारे संग रहूंगा। ഇത് പോരെ ദൈവമക്കളെ? ഈ വചനം പോരെ നമുക്ക് ഉറച്ചു നിൽക്കാൻ? क्या है परमेश्वर के जनों, इस वचन काफी नहीं है कि हम दृढ़ के साथ खड़ा रहे? ഈ ഭൂമി മാറിപ്പോകും, ആകാശം മാറിപ്പോകും, പക്ഷെ ദൈവത്തിന്റെ വചനം, ഈ വചനത്തെ എന്നേക്കും നിലനിൽക്കുന്നതാണ്.
इस संसार बदल जाएगा, इस पृथ्वी हिल जाएगी, मगर परमेश्वर के वचन जो है वो हमेशा के लिए स्थिर खड़ी रहती है। ഇന്ന് രാത്രിയിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് സംസാരിക്കുന്നു. ആരൊക്കെയോ ഹൃദയം വിങ്ങി പൊട്ടി ഇരിക്കുന്ന അവസ്ഥയിൽ ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ട്. സ്നേഹിത സഹോദര സഹോദരി, ദൈവം നിന്നെ കൈവിടത്തില്ല കേട്ടോ. आज शाम के समय जब परमेश्वर के वचन में बांट रहा हूँ, कोई परमेश्वर की आत्मा मुझसे कहता है कि कुछ लोग इस प्रकार वो दर्द के साथ प्रार्थना कर रहे हैं और इस प्रकार की व्याकुल अवस्था में है। मैं आपसे कहता हूँ कि परमेश्वर आपको कभी त्यागेगा नहीं। അങ്ങനെ 21 ദിവസം കഴിഞ്ഞു, 23 ദിവസമായി, 24ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ എഴുതി കാണിച്ചു, കൊച്ചി, എറണാകുളം, കാക്കനാട്. और 21 दिन हो गया, 23 दिन हो गया, उस समय परमेश्वर ने हमें इस प्रश्न में दिखाया कि कोची और कोची उस जगह के बाजू में रहने वाला जगह काकनाड। ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എറണാകുളത്തേക്ക് വരുവാനായിട്ട് തീരുമാനിച്ചു. हमारे सामानों को पैक किया और हम एर्नाकुलम की ओर लौटने के लिए सोचा। എറണാകുളത്ത് ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ആരുമില്ല. एर्नाकुलम उस शहर में हमारे संबंधी, रिश्तेदार या हमारे दोस्त के रूप में कोई नहीं थे। എറണാകുളത്തൂടെ ഞങ്ങൾ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ എറണാകുളം ഞങ്ങൾക്ക് വലിയ പരിചയമുള്ള സ്ഥലമല്ല. एर्नाकुलम से हम अनेक बार अवसरों में हम गुजरे हैं, मगर हम इस जगह से ज्यादा परिचित नहीं थे। ദൈവം ഒരു പക്ഷേ നമുക്കൊരു പരിചയവുമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്തേക്കാം. അവിടെ നീ ഏകനല്ല കേട്ടോ, ദൈവം നിന്റെ കൂടെയുണ്ട്. हो सकता है परमेश्वर हमें ऐसे जगह की ओर जाने के लिए बोलेंगे जहां वहां हमारे लिए कोई नहीं है, और मान लीजिएगा हम अकेले नहीं है, परमेश्वर हमारे संग है। ഈ സമയത്ത് എനിക്ക് 2-3 ഓഫർ 2-3 രാജ്യങ്ങളിൽ നിന്ന് വന്നു. ഞങ്ങൾ റിസൈൻ ചെയ്തെന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും UK-യിൽ നിന്നും അവിടുത്തെ യൂത്ത് പാസ്റ്ററായിട്ടും അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടും ഒക്കെ ഞങ്ങളെ വേണം, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കോളാം, വീടോ വണ്ടിയോ ശമ്പളമോ ഒക്കെ തരാം എന്ന് പറഞ്ഞ് 2-3 ഓഫർ വരുവാനായിട്ടിടയായി. और इस अवसर में जब हमारे नौकरी से हमने इस्तीफा दिया, उस समय हमें अन्य राज्यों से, हमारे मित्रों से, कलीसियाओं से हमें के सेवा करने के लिए हमें अनेक मौके, हमें आमंत्रण मिला। UK और ऑस्ट्रेलिया और इस कनाडा की उस राज्यों में से हमें इस प्रकार का आमंत्रण मिला कि आप आ जाओ और सारी सुविधाएं आपको देंगे, आप आके यहाँ से रुक नहीं करें। ഞങ്ങളുടെ സ്നേഹമുള്ളവർ പറഞ്ഞു, ജോബ് നിങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും, പിള്ളേരുടെ പഠിത്തത്തിനുമൊക്കെ അത് നല്ലതല്ലേ, നിങ്ങൾക്കൊന്ന് സെറ്റിൽ ആകാമല്ലോ, കേരളത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനായിട്ടാ എന്ന് ഞങ്ങളോട് ചോദിച്ചു. और हमारे संग रहने वाले हमसे कहा कि आप इतना अच्छा नौकरी छोड़ के केरल की ओर जाकर आप क्या करेंगे, आपके बच्चों का पढ़ाई करना है, आपका पारिवारिक जिंदगी है, जिम्मेदारी है। അത് പിശാച് കൊണ്ടുവന്ന ഓഫറാണോ ദൈവം ഞങ്ങളെ പരിശോധിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്കും ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ അനുസരിക്കാൻ കാലെടുത്ത് വെക്കുമ്പോൾ പിൻവലിക്കുവാൻ അതിനെക്കാട്ടിലും നല്ല ഓഫർ എന്ന് അന്നേരം തോന്നിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം. उस प्रकार के मौके और बातें हमारे जिंदगी में शैतान लेके आया, या फिर क्या परमेश्वर ने हमें परखने के लिए हमें इस प्रकार की मौका लेके आया, हम नहीं जानते हैं। अगर आप भी आपकी जिंदगी में जब परमेश्वर की आवाज सुनते हो तो उस रास्ता की ओर नहीं जानने के लिए, उसमें से आप जानने के लिए अनेक अच्छे मौके आपके जिंदगी में आ सकती है। പക്ഷെ ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കുന്നവൻ അന്ത്യത്തോളം നിലനിൽക്കും. अगर परमेश्वर की उस बात को सुनने वाले, उस बात को महत्व देने वाले अंत तक स्थिर खड़ा रहेगा। അങ്ങനെ ഞാനും എൻ്റെ വൈഫ് ആശമയും ഞങ്ങളുടെ മകൻ ജോഷും 4 വയസ്സ് കഴിഞ്ഞ അന്നേരം അവന് ഞങ്ങൾ 3 പേരും കൂടെ എറണാകുളത്തേക്ക് വന്നു. मैं और मेरा पत्नी और मेरा बेटा 4 साल का था, हम तीनों मिलकर उस समय एर्नाकुलम में आ पहुंचे। ആരും ഞങ്ങളെ എറണാകുളത്ത് കൊണ്ട വിട്ടില്ല. ഈവൻ ഞങ്ങളുടെ മാതാപിതാക്കൾ പോലും ഞങ്ങളെ ഇവിടെ കൊണ്ട വിട്ടില്ല. ഞങ്ങൾ തന്നെത്താനെ 2 ബാഗ് തുണിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. हमें वहां छोड़ने के लिए कोई नहीं आया था। हमारे माता पिता भी वहां एर्नाकुलम में हमें छोड़ने के लिए नहीं आया। हमारे 2 बैग कपड़े लेकर हम खुद वहां पहुंचे।
ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്ത് ഇവിടെ വന്ന് ഞങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ തുടങ്ങി. एक भी परिचय नहीं था, इस प्रकार की जगह में आकर हम एक घर भाड़े पे लेकर रहने लगा। കുവൈറ്റിൽ എല്ലാ ഫർണിച്ചറോടും കൂടിയൊക്കെ താമസിച്ച് ഞങ്ങൾക്ക് ഒരു ഫർണിച്ചറും ഇല്ലാതെ ഞങ്ങൾ കുറെ മാസങ്ങൾ ഇവിടെ താമസിക്കേണ്ടി വന്നു. कुवैत में हर सुविधाओं के साथ, फर्नीचर के साथ रहने वाले हम इधर आकर करीबन कुछ महीने बिना फर्नीचर का, बिना कोई सुविधाओं का रहने का अवसर आया। നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നിയാലും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. आपके पूर्व जो स्थिति है वो हो सकता है थोड़ा कम होगा, मगर आपके अंत की जो अवस्था है वो बहुत श्रेष्ठ होगा करके परमेश्वर का वचन कहता है। നിന്റെ തുടക്കം എങ്ങനെ എത്ര പരാധീനതയോ എത്ര ചെറുതോ എന്നുള്ളത് വിഷയമല്ല, പക്ഷെ നിന്റെ ഒടുക്കമാണ് ദൈവം നോക്കുന്നത്. ये बात अहमियत नहीं रखता है कि आपका शुरुआत कितना छोटा है, मगर आपका आखिरी के समय, अंत के समय किस प्रकार है करके परमेश्वर देखता है। അങ്ങനെ ഞങ്ങൾ ഇവിടെ ജീവിതം ആരംഭിച്ചു. എനിക്കൊരു പാസ്റ്ററൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല. और इस प्रकार हमारा जिंदगी हमने एर्नाकुलम में शुरू किया। मैं कोई बाइबल कॉलेज में पढ़ा नहीं हूँ, ना हमें पास्टर का कोई एक्सपीरियंस। ഞങ്ങളൊരു 3-4 മാസം എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഞങ്ങൾ ഇവിടെ വെറുതെ അങ്ങ് ആ റൂമിനകത്ത് അങ്ങ് ഇരിക്കുക. और 3-4 महीना हमें क्या करना है करके नहीं मालूम है, और हम इस प्रकार रूम के अंदर बैठे हुए हैं। ഞങ്ങൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടതുപോലത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായി. इस प्रकार की एक अवस्था हमें महसूस हुआ कि हम सबसे अलग हो गए और हम अकेले हो गए। ഞങ്ങൾ എടുത്ത തീരുമാനം തെറ്റായി പോയി, അത് ഭോഷത്തരമാണെന്ന് പലരും പറയുകയും അതിൻ പ്രകാരം ഞങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. और अनेक लोग हम जो निर्णय लिए वो गलत है करके हमसे कहने लगा, और उसके अनुसार हमसे वो प्रतिक्रिया करने लगे। ഇങ്ങനൊക്കെ ആയപ്പം ഇടയ്ക്ക് ഞാനും ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, യഥാർത്ഥമായിട്ടും ദൈവം ഞങ്ങളെ വിളിച്ചതാണോ? കാരണം സുശേഷ വേല ഒന്നും ചെയ്യാൻ അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തിനു വേണ്ടിയാ വിളിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. और इसके भी ऐसे सब हुआ, तो मैं इसके बीच में परमेश्वर से पूछा कि हे परमेश्वर, तूने सही में क्या हमें बुलाया है? क्योंकि हम नहीं जानते हैं कि हमें क्या करना है और किस प्रकार आगे की ओर बढ़ना है। നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തമായിട്ട് ദൂത അകത്ത് തരുന്നുണ്ട്. ചിലർ അതിനകത്തൂടെ പോയവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചോദിച്ചെന്നോർത്തുകൊണ്ട് ഒരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മകൻ അപ്പനോട് ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ മാത്രമായിട്ടേ അതിനെ കാണാവൂ. और हो सकता है आप जो मेरे बात सुन रहे हैं, आपके मन में भी इस प्रकार के विचार आए होंगे, इस प्रकार के सवाल आपने पूछे होंगे, और उस सवाल के सामने मुझे कुछ गलत नहीं लगता है, क्योंकि एक बेटा होकर अपने पिता से किस प्रकार बातों को पूछता है, उसी प्रकार हो सकता है हमारा पिता उन सवालों को देखता होगा। എനിക്ക് ആ സമയം ഉണ്ടായിരുന്ന ഞങ്ങളുടെ പല ചോദ്യത്തിനും എന്റെ ദൈവം അന്നേരം ഉത്തരം തന്നില്ല. और मैंने परमेश्वर से पूछे अनेक सवालों का जवाब मेरा परमेश्वर ने उस समय नहीं दिया। അന്നേരം ഉത്തരം തരാഞ്ഞതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और मैं अभी परमेश्वर को धन्यवाद देता हूं कि उन समयों में उन्होंने मुझे उत्तर नहीं दिया। ഇന്ന് രാത്രിയിലും ആരെങ്കിലും ചില ചോദ്യങ്ങളുമായിട്ടാണോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? आज रात के समय क्या कुछ जन परमेश्वर के सामने कुछ सवालों के साथ रहते हो? കഴിഞ്ഞ ദിവസങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ ചോദ്യങ്ങൾ പല പ്രാവശ്യം ദൈവത്തോട് നിങ്ങൾ ചോദിച്ചിട്ടും ഇന്ന് രാത്രിയിലും അതിന് ഉത്തരം കിട്ടിയിട്ടില്ലേ? हो सकता है पिछले दिनों में आपके प्रार्थनाओं में इस प्रकार के सवाल आपने परमेश्वर से किया होगा, और आज रात के समय भी तक भी आपको उस सवालों का जवाब नहीं मिला होगा। എന്റെ ദൈവം നിങ്ങൾക്ക് തക്ക സമയത്ത് അതിന് ഉത്തരം തരും. मेरा परमेश्वर सही समय पर उन सवालों का जवाब आपको देगा। എന്റെ ദൈവം प्लीज रिपीट। ദൈവം പ്രവർത്തിക്കുന്ന സമയത്തിന്റെ പേരാണ് തക്ക സമയം. मेरा परमेश्वर जिस समय पर काम करता है उस समय को कहते हैं कि सही समय। The God's time is called perfect time. परमेश्वर का समय एकदम उसे सही समय कहलाते हैं। ദൈവം ആ തക്ക സമയത്തിന് മുമ്പും പ്രവർത്തിക്കത്തില്ല, തക്ക സമയം കഴിഞ്ഞും പ്രവർത്തിക്കത്തില്ല. और मेरा परमेश्वर उस उत्तम समय के पहले भी नहीं काम करता है और ना उसके बाद भी काम करता है। That time is called the perfect time and that is the due time. और उस समय को उत्तम समय कहलाता है और वो सही समय है।
നമ്മുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നുള്ളതാ. हमारा इच्छा यह है कि बहुत जल्दी से काम पूरा हो जाए, പക്ഷെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് കേട്ടോ. मगर परमेश्वर हमारे लिए काम करने के लिए एक समय रखा है। കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതത്തിന്റെ ആദ്യത്തെ സമയത്ത് കാനായിലെ കല്യാണത്തിന് കർത്താവായ യേശു ക്രിസ്തു ചെന്നു. परमेश्वर मसीह के इस संसार की सेवकाई में अपने जिंदगी के उस सबसे पहले उस जो सेवकाई के लिए काना के उस शादी के विवाह में शामिल होने के लिए मसीह वहां पहुंचा। അവിടെ ചെന്നപ്പോൾ യേശുവിനോട് യേശുവിന്റെ അമ്മ ഓടി വന്ന് പറഞ്ഞു, ഇവിടെ വീഞ്ഞു തീർന്നു പോയി, ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് ചെയ്തേ പറ്റൂ. जब वहां पहुंचा तो यीशु मसीह के माता जी ने उनसे कहा, यहाँ दाख मधु खत्म हो गया है, आपको कुछ ना कुछ तो यहाँ करना है। അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി പരിശുദ്ധാത്മാവിൽ അതേ വാക്കുകൾ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ് ഇന്ന് രാത്രിയിൽ. और मसीह ने जो वहां जवाब दिया उसी बात आज रात को पवित्र आत्मा आपको याद दिला रहा है। യേശു കർത്താവ് അമ്മയോട് പറയുക, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അടുത്തത് ശ്രദ്ധിച്ചു കേൾക്കുക, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. और यीशु मसीह माता जी से कहता है कि हे स्त्री, मुझे और आपके बीच में क्या संबंध। और उसके बाद जो बातें यीशु मसीह कहता है, आप जरा ध्यान दीजिए कि मेरा समय अभी तक आया नहीं है। My time has not yet come. मेरा समय अभी तक आया नहीं है। അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? उसका अर्थ क्या है जानते हो? ഇതുവരെയും ആ സമയം വന്നിട്ടില്ലെങ്കിലും എന്റെ സമയം വരും. मेरा समय अभी तक आया, उस समय अभी तक आया नहीं है, फिर भी मेरा समय आएगा। ഇന്ന് രാത്രിയിലും അതേ ദൂത് ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് സംസാരിക്കുകയാണ്. आज रात को भी वही संदेश इसके अंदर बैठे हुए कुछ लोगों से बड़ी सामर्थी रूप से बात कर रहा है। നിനക്ക് വേണ്ടി നിന്റെ പ്രതിസന്ധിയിൽ നിന്റെ കാര്യത്തിൽ ഇതുവരെയും ദൈവം പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ആ സമയം വരുന്നുണ്ട്. आपके प्रतिकूल अवस्थाओं में आपके लिए अभी तक परमेश्वर ने काम नहीं किया होगा, मगर उसका समय अभी आ रहा है। വചനം ഇങ്ങനെ പറയുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, താമസിക്കുകയില്ല, അത് വരും നിശ്ചയം. और परमेश्वर का वचन इस प्रकार कहता है कि दर्शन का एक समय है और वो उसके समय के लिए वो आगे बढ़ रहा है और वो देरी नहीं करेगा, वो समय पर ही पूरा हो जाएगा। ആരോടാണ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? യുവർ ടൈം ഹാസ് നോട്ട് യെറ്റ് കം. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദ ടൈം വിൽ നോട്ട് കം. ഇറ്റ് മീൻസ് ദാറ്റ് ദ ടൈം ഈസ് ഓൺ ദ വേ. आज रात को परमेश्वर किससे बात कर रहा है कि मेरा समय आया नहीं है? इसका मतलब ये नहीं कि समय नहीं आएगा, इसका मतलब यह है कि समय आ रहा है। ഒരു 4-5 മാസം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ താമസിച്ചതിന് ശേഷം ഞാനും എന്റെ ഭാര്യ ആശമയും വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കയ്യെ പിടിച്ച് നടക്കാൻ ഇറങ്ങും. इस प्रकार 4 महीने के करीब हम इस जगह पर रहने के बाद शाम के समय मैं, मेरे पत्नी और बेटा इस प्रकार बाहर की ओर चलने निकलते थे। അപ്പോൾ ഞങ്ങൾ വഴിയിൽ കാണുന്നവരൊക്കെ ചിരിച്ചു കാണിക്കും. और जो हमें रास्ते में देखते थे वो हमें इस प्रकार मुस्कुरा के देखते थे। ആദ്യം ആൾക്കാർ ഇങ്ങോട്ട് ചിരിച്ച് കാണിക്കത്തില്ല, കാരണം പരിചയമില്ലാത്തവരല്ലേ. और हम जब उन्हें देखकर मुस्कुराते हैं तब वो हमें प्रतिक्रिया में वो हमको देखकर मुस्कुराते नहीं थे, क्योंकि वो नहीं जानते थे हमें। പക്ഷെ വീണ്ടും വീണ്ടും അതേ ആൾക്കാരെ കാണുമ്പോൾ അവർക്കും സംസാരിക്കണമെന്നൊന്ന് തോന്നും. और बार बार जब उन्हीं लोगों को जब हम देखते हैं तो बात करने का एक प्रेरणा आती थी। അങ്ങനെ ഞങ്ങൾ പലരെയും പരിചയപ്പെട്ടു. उस प्रकार हम अनेक लोगों से परिचित हुए। ഞങ്ങളുടെ ആദ്യത്തെ മിനിസ്ട്രി അതാണ്, മറ്റുള്ളവരെ ചിരിച്ചു കാണിക്കുന്ന ശുശ്രൂഷ ഞങ്ങൾ ആദ്യം ചെയ്തത്. सबसे पहले जो हमने सेवकाई किया, हमने यहाँ से शुरू किया कि औरों को देखकर हम मुस्कुराते थे। ഞങ്ങളുടെ പൈനിയർ വർക്കിന്റെ ആദ്യത്തെ മിനിസ്ട്രിക്ക് ഞങ്ങൾ പേരിട്ടേക്കുന്നത് സ്മൈലിംഗ് മിനിസ്ട്രി എന്നാണ്. हमारे इस सेवकाई के शुरुआत के बातों को हमने इस प्रकार नाम दिया कि मुस्कुराने वाला सेवकाई। ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാനൊരു കാര്യം പറയട്ടെ. നിനക്കൊരു പക്ഷേ നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കാം, നന്നായിട്ട് പാട്ട് പാടാൻ അറിയത്തില്ലായിരിക്കാം, എന്നാൽ നിനക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹവും വിളിയുമുണ്ടെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി ആളുകളെ ഒന്ന് ചിരിച്ചു കാണിക്കാനായിട്ടൊരു മനസ്സുണ്ടോ, അതിനകത്തൂടെയും ദൈവാത്മാവ് പ്രവർത്തിക്കും. आज रात को मैं आपसे एक संदेश देता हूं कि हो सकता है आप प्रचार नहीं कर पाते होंगे या आपके पास बड़ा सेवकाई करने का सामर्थ्य नहीं हो सकता है। ये बात मैं आपसे कहता हूं कि आप अगर बाकी और कम से कम दूसरों को देखकर मुस्कुरा सकते हैं
तो उसके अंदर से भी पवित्र आत्मा काम कर सकती है। അങ്ങനെ കുറെ ആളുകളെ ഞങ്ങൾ പരിചയപ്പെട്ടു. उस प्रकार हमने कुछ लोगों से परिचित हुए। ഞങ്ങൾ കുറെ ആളുകളെ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊരു ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞങ്ങൾ താമസിക്കകത്ത് ഒരു ട്യൂസ്ഡേ ഫെലോഷിപ്പ് എന്ന പേരിൽ ഒരു ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. और इस प्रकार जब हम इनसे मुस्कुराकर परिचित हुए, उसके बाद कुछ लोगों से जब हमने बात किया तो हमको लगा कि मंगलवार के दिन हम जहाँ रहते हैं वहाँ एक छोटा सा एक प्रार्थना शुरू कर सकते हैं। അങ്ങനെ ഞങ്ങൾ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ദിവസം ഞങ്ങൾ പലരോടും പറഞ്ഞു ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസം മീറ്റിംഗ് ഉണ്ട് വരണമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ആദ്യത്തെ ചൊവ്വാഴ്ച കൃപയാൽ ആരും വന്നില്ല. ഞാനും ആശമയും ഞങ്ങളുടെ മകനും ഉണ്ട്. ഞങ്ങളുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. और इस प्रकार इस मीटिंग को शुरू करने से पहले हमने जितने लोगों को जानते थे सबको हमने बोला कि मंगलवार से हमारे घर पे इस प्रकार प्रार्थना सभा शुरू करने वाले हैं। मगर परमेश्वर की दया से शुरुआत की उस पहले दिन की सभा में कोई नहीं आया, केवल मैं और मेरा पत्नी और मेरा बेटा थे और परमेश्वर की उपस्थिति भी थी। എന്നാൽ ഞങ്ങൾ വിചാരിച്ചു രണ്ടാമത്തെ ആഴ്ചയാകുമ്പോൾ ആരെങ്കിലും ഒക്കെ വരും. കൃപയാൽ രണ്ടാമത്തെ ആഴ്ചയും വേറെ ആരും വന്നില്ല. ഞങ്ങൾ ഇത്രയും പേരെ ഉള്ളായിരുന്നു. हमने सोचा कि दूसरा हफ्ता भी कोई और आएंगे, मगर परमेश्वर की दया से और भी कोई नहीं आया। दूसरे हफ्ता भी हम केवल अकेले ही थे। അങ്ങനെ 6 ആഴ്ച വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം. इस प्रकार करीबन 6 हफ्ता तक कोई और नहीं था, हम केवल अकेले ही थे। എന്റെ വൈഫ് ആശമ്മ നന്നായിട്ട് പാട്ടൊക്കെ പാടി വർഷിപ്പ് ലീഡ് ചെയ്യും. और मेरा पत्नी जो आशा बहन है वो बहुत सुंदर रीति से गीत गाती है और आराधना चलाती है। ആരുമില്ലെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങ് പ്രസംഗിക്കും. और कोई नहीं होने पर भी मैं खड़ा रहकर आधा पौना घंटा मैं प्रचार कर लेता था। ഞങ്ങളുടെ മകൻ എഴുന്നേറ്റ് നിന്ന് വാക്യം പറയും, സാക്ഷ്യം പറയും. और मेरा बेटा खड़ा रहकर वचन भी बोलता था और गवाही भी देता था। ഞങ്ങൾ സ്തോത്രകാഴ്ച ഇടും, ഞങ്ങൾ തന്നെ സ്തോത്രകാഴ്ച എടുക്കും. और हम चंदा डालते थे और हम वो चंदा लेते भी थे। ഞങ്ങൾ കാപ്പി ഉണ്ടാക്കും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഞങ്ങൾ കാപ്പി കുടിക്കും യോഗം കഴിയുമ്പോൾ. और हम चाय बनाते थे और हम आपस में चाय देकर पीते भी थे। ഞാൻ ഇന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നെങ്കിലും ആ സമയമൊക്കെ ഒത്തിരി വലിയ പ്രയാസത്തിൽ കൂടെ പോയ സമയങ്ങളായിരുന്നു. आज मैं खुशी के साथ आपसे बताता हूँ, मगर उन समयों में बड़ी दर्द के साथ गुजरे हुए समय था वो। ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്ന സമയങ്ങളാണ്. अनेक सवालों से भरा हुआ उस समय था। ഹല്ലേലൂയ. എന്നാൽ 7ാമത്തെ ആഴ്ച ഞങ്ങളുടെ മീറ്റിംഗ് നടന്നു കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കതകിന്റെ ഡോറയില് ഒരു നോക്ക് കേട്ടു, മുട്ടുന്നത് കേട്ടു. अगर जब 7वें हफ्ते प्रार्थना खत्म होकर जब आशीर्वाद वचन बोल दिया, तब हमने हमारे दरवाजा पे किसी ने खटखटाते हुए उस आवाज को सुना। തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ആന്ധ്രയിൽ നിന്നുള്ള 2 പെൺകുട്ടികളാണ്. और जब हमने खोल के देखा तो आंध्रा से हमें परिचित 2 बहनें थी। അപ്പൊ ഞങ്ങളുടെ ഈ മുറിക്കകത്ത് ഈ ബെഡ്ഷീറ്റും പായും ഒക്കെ വിരിച്ചിട്ടിരിക്കുന്നത് കണ്ട് അവരകത്തോട്ട് കയറി അവിടെ അങ്ങിരുന്നു. और इस प्रकार घर के अंदर जब उन्होंने देखा कि हम इस प्रकार बेडशीट डाल के बैठे हुए हैं, प्रार्थना कर रहे हैं, तो उन लोग भी आकर अंदर वहां बैठ गए। അവര് പ്രാർത്ഥനയ്ക്ക് വന്നതല്ല, വഴി വെച്ച് കണ്ടപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണാൻ വന്നതാ. वे प्रार्थना के लिए नहीं आए, मगर रास्ता में जब हमको देखा, हमसे परिचित हुआ, तब वो खाली एक बार और हमें देखने के लिए मुलाकात करने आए थे। 2 ആത്മാക്കളെ കിട്ടിയതല്ലേ, ഞങ്ങള് അതുവരെ നടത്തിയ മലയാളം സർവീസ് സെയിം സർവീസ് ഞങ്ങൾ ഇംഗ്ലീഷിൽ നടത്തി. और 2 आत्माएं हमें मिला, उस खुशी में हम उस समय तक जो सर्विस हम मलयालम में चलाते थे वो हम इंग्लिश की ओर बदल दिया। ഞാൻ അന്ന് മലയാളത്തിൽ പ്രസംഗിച്ച അതേ പ്രസംഗം ഞാൻ വീണ്ടും ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. उस दिन जो मैंने मलयालम में प्रचार किया, उसी प्रचार को मैंने वापस इंग्लिश में प्रचार किया। ഭയങ്കര സന്തോഷമായിരുന്നു. 2 പേര് ഞങ്ങളുടെ കൂടെ കൂട്ടായ്മയ്ക്ക് വന്നു. അവർക്കും വലിയ സന്തോഷമായി. और हम बहुत खुश हो गए क्योंकि 2 जने हमारे संगति में आए और वे भी खुश हो गए। അവരോട് പറഞ്ഞു അടുത്ത ചൊവ്വാഴ്ചയും പറഞ്ഞു. അവര് പറഞ്ഞു വരാം. അവര് വീണ്ടും അടുത്ത ചൊവ്വാഴ്ച ഞങ്ങളോട് കൂടെ മീറ്റിങ്ങിന് വന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. और उनसे मैंने कहा कि अगले मंगलवार को भी आना, और वे भी कहे कि हम आएंगे, और अगले रविवार को भी वे आए। കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഏതാ 5-8 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടെ ആരാധിക്കാൻ 2 പേരെ ഞങ്ങൾക്ക് കിട്ടി.
और परमेश्वर के सेवकाई के लिए उतरने के बाद करीबन 5-6 महीने तक परमेश्वर की आराधना करने के लिए 2 जने हमें मिला। മൂന്നാമത്തെ ആഴ്ച ചൊവ്വാഴ്ച അടുക്കാറായപ്പോൾ ഞങ്ങൾക്കൊരു ഫോൺ കോള്, അതിലൊരു മോള് ഞങ്ങളെ വിളിച്ചു. और तीसरा हफ्ता जब मंगलवार आया तब हमें फोन में से एक बहन ने बुलाई। അവള് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ there is a good news. उन्होंने मुझसे कहा कि एक अच्छा खबर है। അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തോ നല്ല വാർത്ത, ഇവൾ ആന്ധ്ര പെണ്ണാണല്ലോ, അപ്പം ഒരു 10 ആന്ധ്ര പെൺപിള്ളാരെയും കൂടെ ചെറുക്കന്മാരെ കൂടെ കൊണ്ടുവരാനായിട്ട് പോവുകയാണെന്ന് പറയാൻ പോവാന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ടെൽ മീ വാട്ട് ഇസ് എ ഗുഡ് ന്യൂസ്. उन बहनों में से एक बहन ने मुझे जब फोन करके मुझे फोन किया और कहा कि जब अच्छा खबर है, तो मैंने और सोचा कि और 10 जने को ये आंध्रा बहन लेके आने वाली होगी। उस उत्साह के साथ मैंने उनसे कहा कि हे बहन का कि आगे खुशखबरी क्या है। അപ്പോൾ അവള് പറഞ്ഞു, ബ്രദർ വി ബോത്ത് ഗോട്ട് എ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ടു ബാംഗ്ലൂർ, ടുമോറോ മോർണിംഗ് വി ആർ ലീവിംഗ് കൊച്ചി. ए भाई, हम दोनों को बैंगलोर में हमारा बदली हो गया है, इसलिए कल सुबह हम कोच्चि से बैंगलोर की ओर रवाना हो रहे हैं। ഞങ്ങളുടെ കൂടെ ആരാധിച്ച 2 ആത്മാക്കളും പിറ്റേ ദിവസം അവർ ഒരുമിച്ച് ബാംഗ്ലൂരിൽ പോയി. और हमारे साथ आराधना किए वो 2 बहनें भी दूसरे दिन बैंगलोर की ओर वे दोनों निकल पड़े। പിറ്റേ ചൊവ്വാഴ്ച വീണ്ടും ആദ്യത്തെ ചൊവ്വാഴ്ചകൾ പോലെ തന്നെ ഞാനും എൻ്റെ ആശ്മിയും ജോഷും ഞങ്ങൾ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ വീണ്ടും ആരാധിച്ചു. അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് മീറ്റിംഗ് ആയിരുന്നു. अगले मंगलवार भी जैसे शुरुआती मंगलवार के समान मैं और मेरे पत्नी और मेरे बेटा हम मिलकर अकेले आराधना किया। वो एक दर्दनायक समय थी। എന്നാൽ അതിനുശേഷം പിറ്റേ ആഴ്ച ഒരു മലയാളി പെൺകുട്ടി വന്നു. और उसके बाद अगला हफ्ता एक मलयाली बहन आई। അവള് മറ്റു ചിലരെ കൊണ്ടുവരാൻ തുടങ്ങി ഓരോ ആഴ്ചകളിൽ. और आने वाली हफ्ताओं में कुछ बहनें और भी कुछ लोगों को लेके आने लगा। 3 പേരായി, 5 പേരായി, 10 പേരായി, 15ആയി, 20ആയി. ഞങ്ങളുടെ വീട് ആത്മാക്കളെ കൊണ്ട് നിറയാൻ തുടങ്ങി. और तीन लोग लेके आए, 5 हो गया। उस प्रकार अनेक लोगों को लेके आने लगा और हमारा घर धीरे धीरे आत्माओं से भरने लगा। ഞങ്ങളുടെ ആ മീറ്റിംഗ് അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ട്യൂസ്ഡേ ഫെലോഷിപ്പ് ഒരു ഹോട്ടൽ കോൺഫറൻസ് ഹാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. और उस मंगलवार की प्रार्थनाएं हमारे घर से बदल कर हमने होटल में एक कॉन्फ्रेंस रूम भाड़े पे लेकर वहां चलाने लगा। അവിടെ ഏകദേശം 1 വർഷത്തോളം ഈ ട്യൂസ്ഡേ ഫെലോഷിപ്പ് നടന്നു. സൺഡേ സർവീസ് ഇല്ല, ട്യൂസ്ഡേ മാത്രം. और करीबन 1 साल तक हम उस होटल के कॉन्फ्रेंस रूम में इस मंगलवार की सभा को चलाने लगा। आराधना इतवार की आराधना नहीं था, केवल मंगलवार के उस सभा थी। 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സൺഡേ സർവീസ് ആരംഭിച്ചു. 1 साल के बाद हमने इतवार का आराधना शुरू किया। ഇംഗ്ലീഷും മലയാളം കൂടെ ഒരുമിച്ചാണ് നടത്തിയത്. इंग्लिश और मलयालम साथ में चलाया। അപ്പോൾ സൺഡേ സർവീസും ഉണ്ട്, ഇപ്പൊ ട്യൂസ്ഡേ ഫെലോഷിപ്പും ഉണ്ട്. और अभी देखिए इतवार का आराधना भी है और मंगलवार का संगति भी है। അത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സൺഡേ സർവീസ് 2 ആക്കി, ഒരു ഇംഗ്ലീഷ് സർവീസും ഒരു മലയാളം സർവീസും. और उस प्रकार 1 साल हो जाने के बाद हमारा इतवार का आराधना 2 भाग कर दिया, मलयालम सर्विस और इंग्लिश सर्विस। ഞാൻ മുമ്പ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ഞങ്ങളുടെ 7ാമത്തെ ആഴ്ചയിൽ ഞങ്ങൾ മലയാളം സർവീസ് നടത്തി കഴിഞ്ഞപ്പോൾ 2 പേര് വന്നു. അപ്പൊ ഞങ്ങൾ അതേ സർവീസ് ഇംഗ്ലീഷ് നടത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ അസവായ നടത്തുന്നേ. ആദ്യം ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്, 2 മലയാളം സർവീസ് ഉണ്ട്. രണ്ടിനും ഞാൻ ഒരേ പ്രസംഗിക്കുന്നത്, 2 ഭാഷയിൽ. और आपको मैंने शुरुआत में बताया था 6वीं हफ्ते में जब हम मलयालम में से प्रार्थना करने के बाद जब वो 2 बहनें शुरुआत में आई थी, तब हमने उसी प्रार्थना को वापस हमने अंग्रेजी में चलाया। उसी प्रकार वो बात हमारे लिए कठिन था। उसी के समान हमने जो इतवार की जो संगति है वो भी मलयालम में चलाते हैं और उसके बाद इंग्लिश में चलाते हैं। और मैं दोनों संगतियों में एक ही प्रकार करता। അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ 1ഉം 2ഉം സർവീസസ് ഒക്കെ ആയിട്ട് നടത്തി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ആരാധിച്ച് ഇങ്ങനെ വരികയാണ് ഇവിടെ. और इस प्रकार हम मिलकर 1 और 2 सर्विस चलाकर परमेश्वर की महिमा करते हुए आ रहे हैं। ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു മാസ്റ്റർ ഡിഗ്രി തിയോളജിയിൽ എടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. और इसके बीच में परमेश्वर के वचन सीखने के लिए बाइबल कॉलेज में अध्ययन करने के लिए और मास्टर डिग्री लेने के लिए परमेश्वर ने सहायता किया। ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ, വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ ദൈവം തന്നു. और इसके बीच में
हमारे घर में जरूरत सारे बातों को परमेश्वर ने हमारे लिए प्रबंध किया। ഞങ്ങൾക്ക് വേണ്ട വാഹനങ്ങൾ ദൈവം തന്നു. हमारे लिए जरूरत गाड़ी परमेश्वर ने हमें दिया അനേക സ്നാനങ്ങൾ നടന്നു. और अनेक बपतिस्माएं चली। മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരായ അനേകർ അതിനകത്തുനിന്ന് വിമുക്തരായി. इस प्रकार नशीले पदार्थ और दारू के उस नशे में रहने वाले अनेक लोग मन फिरा कर हमारे कलीसिया में आए। അനേകർ രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി. अनेक उद्धार पाने के लिए परमेश्वर ने सहायता किया। ഹല്ലേലൂയ. അനേകർക്ക് ഞങ്ങൾ ഒരു ആശ്വാസമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. अनेकों के लिए हम शांति के कारण, दिलासा के कारण होने के लिए परमेश्वर ने सहायता किया। ഇപ്പോൾ അന്ന് വില കൊടുത്തതിന്റെ ഫ്രൂട്ട് ഞങ്ങൾ പതുക്കെ ഇപ്പൊ ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. और उन समयों में हमने जो कीमत चुकाया उसका फल अभी हम अनुभव करने के लिए परमेश्वर ने सहायता किया। എന്റെ ഈ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. इस मेरे अनुभव में से एक बात मैं आपसे कहना चाहता हूँ। എന്റെ ദൈവത്തെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, मेरे परमेश्वर को अनुभव करने के समझ मानने के लिए अगर आप शुरू हो जाते हैं तो, ദൈവം നമ്മളെ വിളിച്ചത് സത്യമാണെങ്കിൽ, अगर परमेश्वर ने हमें बुलाया है और उस बात सच है तो, എന്ത് പ്രശ്നം വന്നാലും, कोई भी समस्या क्यों ना आए, ചെങ്കടല് നമ്മുടെ മുമ്പിലുണ്ടായാലും, लाल समुद्र हमारे आगे होने पर भी, മരുഭൂമിയും വിശപ്പും ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലത്തൂടെ പോകേണ്ട ഗതികേട് വന്നാലും, और ऐसे जगह से हमें यात्रा करना पड़े जहां कोई लोग है नहीं और उस अकेलेपन की उस मरुस्थल से यात्रा करना पड़ने पर भी, യുദ്ധങ്ങൾ നേരിട്ടാലും, യോർദാൻ ഇളകി മറിഞ്ഞ് കലങ്ങി ഒഴുകിയാലും, युद्ध आने पर भी, लाल समुद्र इस यर्दन की नदी इस प्रकार भरपूरी की अवस्था में उथल फुथल होकर बहने पर भी, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ചുറ്റുപാട് നിങ്ങൾക്ക് പ്രതികൂലമായാലും, आप रहने वाली उस जगह और उसके आस पड़ोस आपके विपरीत होने पर भी, എന്റെ ദൈവം പകലിൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായിട്ട് നമ്മളെ സൂക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമാണ്. मेरा परमेश्वर दिन के समय मेघ का स्तंभ और रात के समय अग्नि का स्तंभ होकर आपको संभालने वाला परमेश्वर है। അവൻ ചെങ്കടലിൽ വഴിയൊരുക്കുന്ന ദൈവമാണ്. और वो लाल समुद्र से आपके लिए आपको ले चलने वाला परमेश्वर है। അവൻ വഴിയില്ലാത്തടത്ത് വഴിയൊരുക്കും. और जहां रास्ता नहीं है वहां वो मार्ग को तैयार करने वाला परमेश्वर है। അവൻ ഏലിയാവിനെ പോറ്റേണ്ടതിന് കാക്കയോട് കൽപ്പിക്കുന്ന ദൈവമാണ്. एलिया को खाना खिलाने के लिए वो कौओं को आज्ञा करने वाला परमेश्वर है। ഇനി കാക്കയുടെ വരവ് നിന്നാൽ സാരഫത്തിൽ ഒരു വിധവയോട് നിന്നെ പോറ്റേണ്ടതിന് കൽപ്പിക്കുന്ന और ദൈവമാണ്. उस कौआ का आना बंद हो जाता है तो साराफत में एक विधवा को भी आपको खाना देने के लिए वो आज्ञा दे सकता है। उस प्रकार सामर्थ्य परमेश्वर है। ഒരുപക്ഷെ നിന്റെ ശുശ്രൂഷയിൽ ആളുകളൊക്കെ നിനക്ക് എതിരായേക്കാം. हो सकता है आपके सेवकाई में लोग आपके विरुद्ध हो जाएंगे। ശുശ്രൂഷയിൽ നമ്മൾ ചെയ്ത അബദ്ധങ്ങളോ ചില തെറ്റുകളോ കണ്ട് മനുഷ്യൻ നിന്നെ വിടക്കെന്നെണ്ണി അകറ്റി നിർത്തിയേക്കാം. हो सकता है सेवकाई में हमसे जो कुछ गलतियां हुआ है उसके वजह से लोग हमें दूर खड़ा रखते होंगे, हमसे अलग हो जाते होंगे। പക്ഷെ ദൈവം നമ്മളെ കൈവിടത്തില്ല കേട്ടോ. मगर परमेश्वर हमें कभी नहीं त्यागेगा, അവന്റെ വേലക്കാരല്ലേ നമ്മള്, क्योंकि हम उसके सेवक हैं, അവന്റെ മക്കളല്ലേ നമ്മള്. क्योंकि हम उनके संतान हैं। നമ്മുടെ മക്കൾ ഒരു ദിവസം എത്ര തെറ്റ് ചെയ്യുന്നു? हमारे बच्चे एक दिन में कितना गलतियां कर जाते हैं। എല്ലാ തെറ്റിനും നമ്മൾ ശിക്ഷിക്കാറില്ലല്ലോ. और हर गलतियों के लिए हम उन्हें शिक्षा नहीं करते हैं। ഇനി നമ്മുടെ മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മൾ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് കഥ അടയ്ക്കത്തില്ലല്ലോ. और हमारे बच्चे कितना भी बड़ा गलती करने पर भी हम उन्हें घर से निकाल कर दरवाजा बंद नहीं करते हैं। ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം നമുക്ക് വേണ്ടി നൽകും. दोषी जो हम हैं, अगर हम हमारे बच्चों को अच्छे उत्तम पदार्थ देने जानते हैं तो हमारा स्वर्ग जो परमेश्वर है वो कितना अधिकताई से पवित्र आत्मा हम पर बरसाएगा। ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. आज रात को पवित्र आत्मा बड़ी साफ रीति से हृदयों से लोगों से बात कर रहा है। ഞാൻ ഇന്ന് പ്രസംഗിക്കാനെടുത്ത സബ്ജക്റ്റ് എനിക്ക് പ്രസംഗിക്കാനായിട്ട് ഇരുന്നപ്പം മുതൽ നിയോഗമില്ല. ഞാൻ ഇന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ഐ ഫെൽ ലൈക്ക് ഷെയറിംഗ് ദിസ് എക്സ്പീരിയൻസ് ടു യു. आज जो मैंने प्रचार के लिए विषय निकाला
वो प्रचार आपके सामने रखने के लिए मुझे उत्तेजना नहीं मिला है। मैंने जब से बैठा तब से परमेश्वर ने मुझे मेरे अनुभवों को आपके बीच में रखने के लिए करना। ആരോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എന്റെ ഉള്ളിൽ ബോധ്യമുണ്ട്. ഹോളി സ്പിരിറ്റ് ഹാസ് ടച്ച്ഡ് some hearts today. किससे परमेश्वर बात कर रहे करके मैं नहीं जानता हूं, मगर एक बात मेरे दिल में मैं जानता हूं कि पवित्र आत्मा ने कुछ लोगों को छुआ है. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. परमेश्वर की अनुग्रह आपके संग रहने पाए. ഹല്ലേലൂയ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. इस परमेश्वर सदा सर्वदा हमारा परमेश्वर है. അവൻ നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. और वो हमें चलाने वाला परमेश्वर है. ആ ദൈവത്തിൽ ആശ്രയിക്കാം. उस परमेश्वर पर हम भरोसा रखेंगे. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. इस वचनों के द्वारा परमेश्वर हमें आशीषित करे. ഒരാള് ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്ക് ഞാൻ എന്റെ വൈഫ് ഇപ്പോൾ ജോയിൻ ചെയ്യും, ഞാൻ ഒന്ന് ചെന്ന് നോക്കിക്കോട്ടെ കുഞ്ഞോക്കെ ആണെന്ന് നോക്കിക്കോട്ടെ. एक भाई अभी प्रार्थना करते समय मेरा पत्नी मैं जाके आता हूँ, मेरा बेटा कैसा है करके उसको देख के आता हूँ, मेरा पत्नी उसके बाद आकर हम मिलकर परमेश्वर की स्तुति करेंगे. स्वर्गीय पिता परमेश्वर, हम धन्यवाद करते हैं, स्तुति करते हैं शाम के समय परमेश्वर सुने हुए वचन के सामने हम अपने आप को समर्पण करते हैं. परमेश्वर उस दृढ़ता को शाम के समय परमेश्वर आप हमारे संग रहते हैं करके आपके वायदाओं को वापस एक बार आपने हमें याद दिलाया, इसलिए हम धन्यवाद करते हैं. परमेश्वर आप पर भरोसा रखने के लिए, आपके वायदों पर हम दृढ़ता के साथ उसे पकड़ रखने के लिए, उसको अड़क कर रखने के लिए परमेश्वर हमारे दैनिक जिंदगी में तो हमें सहायता करने के लिए प्रार्थना करते हैं. परमेश्वर आपके वचन को आगे मानते हुए, आपके वचन को मानते हुए परमेश्वर उसको परमेश्वर उस पर हमारे जिंदगी के कदम को रखने के लिए हम सहायता करते हुए हम प्रार्थना करते हैं. परमेश्वर आपके सेवक को अपने उपयोग के लिए धन्यवाद करते हैं. उनके उस एर्नाकुलम में जो सेवकाई चलता है उनके द्वारा आप जो सेवकाई कर रहे हैं उनके लिए भी हम धन्यवाद करते हैं. परमेश्वर उनके कलीसिया की प्रार्थना करते हैं. परमेश्वर उनके पत्नी और उनके बच्चों के लिए भी हम प्रार्थना करते हैं. परिवार को तो आशीष देकर तो इनको इतने समय तक लेकर चला. परमेश्वर आपने आपकी योजनाओं को उनके द्वारा तो पूरा करते आ रहा है. परमेश्वर उस गवाही को सुनने के लिए, आपको स्तुति और धन्यवाद करने के लिए परमेश्वर आपने हमें सहायता के धन्यवाद करते हैं. परमेश्वर हमारी जिंदगी में भी परमेश्वर आपके उस बातों को, आपके उस आत्मा की सलाह को परमेश्वर हम भी कान देकर आगे की ओर बढ़ने के लिए आप हमें सहायता करने के लिए प्रार्थना करते हैं. परमेश्वर खास करके परमेश्वर के बेटा के लिए हम प्रार्थना करते हैं जो तबीयत में कमजोर अवस्था में परमेश्वर उनको भी शिफा कर चंगाई की ओर ले चलने करते हैं. उनकी पत्नी के लिए प्रार्थना करते हैं. परमेश्वर अभी कुछ समय आपके लिए हम परमेश्वर आपको गीतों के द्वारा आपकी स्तुति और महिमा करने के लिए जा रहे हैं. परमेश्वर इस पवित्र आत्मा की सामर्थ को हमारे जिंदगी में महसूस करने के लिए तो सहायता करने के लिए प्रार्थना करते हैं. हमारे कलीसिया के सारे भाई बहनों को आप हाथों में समर्पण कर परमेश्वर दुख की अवस्थाओं में, अनेक दर्द की अवस्थाओं के बीच में से इन दिनों में जो गुजर रहे हैं परमेश्वर उनको तो दिलासा देने के लिए, आपकी उस वचन के द्वारा उनको दृढ़ करने के लिए, हम सबको तू सामर्थ देने के लिए फिर एक बार हम विनती और प्रार्थना करते हैं. परमेश्वर आपकी सामर्थ को पाते हुए, आपकी उस अगुवाई को पाते हुए, आपकी उस सलाह को पाते हुए परमेश्वर हमारे हमें आगे की ओर बढ़ने के लिए तो सहायता करने के लिए प्रार्थना करते हैं. परमेश्वर सारे आदर और महिमा आपको दे रहे हैं. यीशु मसीह के नाम पे मांगते हैं, सुंदर ग्रहण करके. ആമേൻ ആമേൻ. ഐ എം റിയലി സോറി, ഞങ്ങളുടെ കുഞ്ഞിന് സുഖമില്ലാതിരിക്കുക, ഡയറി ആയിട്ട് കുറച്ച് ദിവസമായി. സോ ഇപ്പോൾ നോക്കിയിട്ടും ഷീ ഈസ് നോട്ട് ലീവിങ് മൈ വൈഫ്. അടുത്ത ഒരു ദിവസത്തിലെ സൂം മീറ്റിങ്ങിനകത്ത് എൻ്റെ വൈഫ് വരും. ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. പ്ലീസ് ഡോണ്ട് ഫീൽ ബാഡ്. ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയിട്ടും എഴുന്നേക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. സോ നെക്സ്റ്റ് മീറ്റിംഗ് മേ ബി നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ അങ്ങനെ ഷീൽ ട്രൈ ടു കം ആൻഡ് ജോയിൻ വിത്ത് യു. സോറി അബൌട്ട് ടുഡേ. Thank you, Pastor Suresh, for this opportunity. May God bless you. Okay, thank you so much. Thank you so much for ministering to us, especially your testimony, your wonderful experience. കർത്താവിന്റെ ദാസന്റെ വിലയേറിയ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഈ രാത്രികാലം കേട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിച്ചല്ലോ. आज रात्रिकाल परमेश्वर का दास का और उनका परिवार का अनुभव गवाही की शब्दों को सुनकर आज रात्रिकाल आशीष पाने के लिए परमेश्वर की आत्मा हमारी सहायता किया.
इस संगति के लिए धन्यवाद करते हैं। पास्टर जॉब के लिए, उनका परिवार के लिए हम प्रार्थना करेंगे। अगली बार आशा करते हैं आप परिवार समेत आएंगे और आपकी सेवकाई से आप हमको आशीषित करेंगे। നമ്മള് ചില ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ബ്രദർ ജോൺസന്റെ സൗഖ്യത്തിന് വേണ്ടി. അദ്ദേഹം COVID-19 ബാധിച്ച വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. എന്നാൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് 6 മണിയോടുകൂടി പ്രിയപ്പെട്ട സഹോദരൻ താൻ പ്രത്യാശ വെച്ചിരുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം। ब्रदर जॉनसन के लिए हम लंबे दिनों से प्रार्थना कर रहे थे, आज भी प्रार्थना किया है। COVID-19 के कारण वो पीड़ा में था, तकलीफ में था, क्रिटिकल स्टेज में था और आज शाम को 6 बजे प्रिय भाई का निधन हो चुका है। दुखी परिवार के लिए, उनका मिसेस के लिए, बच्चों के लिए और उनका माताजी के लिए और बहन और परिवार जर्मनी में है, उस परिवार से रिलेटेड सभी लोगों के लिए हम प्रार्थना करेंगे। आश्वासन बोलने से, दिलासा की शब्द बोलने से उसका लिमिटेशन है। परमेश्वर की आत्मा उन प्यारों को दिलासा और आश्वासन देने के लिए हम प्रार्थना करेंगे। हालेलुया, प्रेज़ द लॉर्ड। आज रात्रिकाल अच्छा संगति प्रभु ने हमें दिया है। इस वर्चुअल प्लेटफॉर्म के द्वारा इस प्रकार लगातार आपस में मिलने के लिए, एक साथ प्रभु की वस्तुति में समय बिताने के लिए परमेश्वर अवसर दिया है। भारत की भिन्न भिन्न जगहों से, गल्फ कंट्री से भी आज हमारे बीच में प्रभु अपने लोगों को लेकर आया। सबके लिए परमेश्वर का मैं धन्यवाद करता हूँ। भोपाल से अगेन बस बेबी जॉन परिवार हमारे बीच में है। हम सबके लिए परमेश्वर के सेवकों के साथ, विश्वासियों के साथ, सबके साथ आज रात्रिकाल पवित्र आत्मा बात किया है। കർത്താവിന്റെ ദാസന്മാരോട്, അവരുടെ കുടുംബങ്ങളോട്, വിശ്വാസികളോട് എല്ലാവരോടും രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിരിക്കുകയാണ്. we cannot refute the voice of the സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തെ ഒരിക്കലും ഖണ്ഡിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് വളരെ കൃത്യമായി വളരെ വ്യക്തമായി രാത്രികാലം നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. സ്തോത്രം. നാളെയും ഇതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. നാളത്തെ നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ മുരളീധർ ആണ്, ഡോക്ടർ കെ മുരളീധർ. he is a doctor by profession. He is a doctor. He is serving the Lord since last 35 years. Now he is running a hospital for tribals near Coimbatore. Tomorrow हमारा मीटिंग इसी प्रकार इस प्लेटफॉर्म में होगा। डॉक्टर के मुरलीधर बाय प्रोफेशन एक डॉक्टर है। ट्राइबल्स के लिए, आदिवासियों के बीच में वो सेवकाई आजकल करता है। उनकी सेवकाई के लिए उधर एक हॉस्पिटल उन्होंने शुरू किया है। हॉस्पिटल का डायरेक्टर के रूप में सेवकाई करते हैं और दुनिया भर में परमेश्वर अपना दास को बहुत अद्भुत तरीके से इस्तेमाल करता है। നാളത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു ബ്രാഹ്മിൻ കുടുംബത്തിൽ നിന്ന് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് അദ്ദേഹം. നാളെ നമ്മുടെ വ്യക്തി വരുന്നത് നമുക്ക് അനുഗ്രഹമാകട്ടെ. ആइए हमारी सिरों को हम झुकाए, हम प्रार्थना करें। हालेलुया, प्रेज़ द लॉर्ड, प्रेज़ द लॉर्ड, हालेलुया, 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 प्रेज़ द लॉर्ड, हालेलुया, 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 आमीन। हम फिर से प्रार्थना करें। आने वाला दिनों की मीटिंग के लिए खास हम प्रार्थना करेंगे। शुरुआत में हम लोग प्रार्थना किया था सूरत में, हमारा IPC उदना चर्च में एक भाई का बाइक और कार के साथ एक्सीडेंट हुआ था। वो भी क्रिटिकल स्टेज में सूरत में एक अस्पताल में एडमिटेड है। डॉक्टरों की कहने के अनुसार बचने का रास्ता बिल्कुल कम है। वो भाई का नाम आल्विन है। ആൽവിന്റെ ആക്സിഡന്റ് ഇന്നലെ രാത്രിയിൽ ജോലിക്ക് പോകുന്ന വഴിക്ക് ബൈക്കും കാറും തമ്മിൽ കൂട്ടിമുട്ടി ആക്സിഡന്റ് ഉണ്ടായി. ബ്രെയിൻ ഹൈമറേജ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഡോക്ടേഴ്സ് പറയുന്നത് രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. ഒരു മകനേ ഉള്ളൂ ആ വീട്ടിൽ. ആ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ലോകമാകമാനം അനേകര് ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്നു. दुनिया भर में बहुत सारे लोग दुखी अवस्था में है, संकट में है, परेशानी में है। हमारा परमेश्वर सबका परमेश्वर, നമ്മുടെ ദൈവം എല്ലാവരുടെയും ദൈവമാണ്. हमारा परमेश्वर सभी प्राणियों का परमेश्वर है। इसलिए हम प्रार्थना करते എല്ലാവരുടെയും ദൈവം, എല്ലാ ജാതികളുടെയും ദൈവം, ആമേൻ, എല്ലാവരോടും ദയ കാണിക്കുന്ന ദൈവം,
आमेन നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല आमेन हमारा परमेश्वर के जैसे और कोई नहीं है वो सबके प्रति दयालु कृपालु परमेश्वर है आल उस परमेश्वर के सामने हमारी आल सुरों को झुकाए अफ्रीका से शेरू भाई भी आज हमारे बीच में है आप सबके लिए परमेश्वर का मैं धन्यवाद करता हूं हालेलुया आल सबका नाम लेने के लिए टाइम नहीं है हालेलुया परमेश्वर की आत्मा आज रात्रि काल हमसे आल व्यवहार किया बात किया आल परमेश्वर का दास और उनके परिवार के लिए हम प्रार्थना करें आल अद्भुत तरीके से और चलाने के लिए हम प्रार्थना करता ദാസനെ കുടുംബമായി പിന്നെ അവിടെ ദൈവം ഉപയോഗിക്കുവാൻ ശക്തമായി പ്രയോജനപ്പെടുത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം आइए हमारी सुरों को हम झुकाए मैं फिर से अनुरोध करूंगा पास्टर बेबी जॉन आज रात्रि काल आल प्रार्थना करके इस सभा को आल समाप्त करेंगे। सर्वशक्तिमान महान परमेश्वर हम आपको धन्यवाद और स्तुति करते हैं प्रभु सुंदर रात के वक्त के लिए धन्यवाद करते हैं प्रभु जी आज भी हम एक संगति होते हुए प्रभु जी आपके चरणों पर आने के लिए स्तुति और महिमा करने के लिए आपका पवित्र वचन और अनुभव को सुनते हुए जीवित परमेश्वर को फिर से धन्यवाद और स्तुति करने के लिए प्रभु जी आपने सहायता किया इसलिए प्रभु आपको धन्यवाद करते हैं प्रभु जी अनुभव के द्वारा प्रभु जी आज आप हमसे बात किया है इसलिए हम धन्यवाद करते हैं प्रभु जी हालेलुया प्रभु जी आपका दास को प्रभु जी हालेलुया ऐसा एक दर्शन परमेश्वर दिया है ऐसे बुलाहट उनके जीवन के सामने आया है प्रभु जी विश्वास के कदम रखते हुए आगे बढ़ते हुए प्रभु जी आपका सेवा में हालेलुया बढ़ने के लिए प्रभु आपने सहायता किया है इसलिए धन्यवाद करते हैं प्रभु जी हालेलुया अब्राहम की जैसा प्रभु जी विश्वास के कदम रखने वालों को हालेलुया प्रभु जी आप समय समय पर अगुवाई देते हुए आपकी महिमा हाल उनके जीवन में प्रकट होते हुए लक्ष्य की ओर पहुंचाने वाला हालेलुया प्रभु जी सफलता की ओर पहुंचाने वाला एक सामर्थ्य वाला परमेश्वर हमारे लिए जिंदा है प्रभु इसलिए हम धन्यवाद करते हैं प्रभु जी हालेलुया हाल विश्वास में स्थिर होते हुए प्रभु जी हालेलुया आगे बढ़ने के लिए प्रभु हम सभी को सहायता करें प्रभु जी हालेलुया विशेष करके आपका दास हालेलुया जो जेकब के लिए हम प्रार्थना करते हैं उनके परिवार के लिए प्रार्थना करते हैं प्रभु जी हालेलुया प्रभु जी जहां पर वो कार्य हालेलुया सेवकाई करते हैं अनेक लोगों को और यीशु में लाने के लिए परमेश्वर की राज की बढ़ोतरी के लिए हालेलुया कार्य करने के लिए प्रभु आप सहायता और मदद करें प्रभु हम साथ में मिलकर आपका दास को और परिवार को मिनिस्ट्री को हम आशीष करते हुए प्रार्थना करते हैं प्रभु जी हालेलुया विशेष रूप से जितना लोग इसमें शामिल हुआ है जो लोग प्रभु जी इस वचन को सुना है अनुभव को सुना है उनके जीवन में हालेलुया प्रभु जी हालेलुया एक आशीष का कारण होते हुए प्रभु का काम के लिए आगे बढ़ने के हो प्रभु हालेलुया सहायता और मदद करे प्रभु जी हालेलुया ये आप दे हालेलुया प्रभु जी पवित्र आत्मा का सामर्थ्य दे हाल विश्वास के कदम रखते हुए परमेश्वर की महिमा अपने जीवन में हाल देखने के लिए सभी को सहायता करे इस समय प्रभु जी हालेलुया जो हालेलुया दुख में रहने वाला परिवार के लिए हम प्रार्थना करते हैं प्रभु हालेलुया प्रभु जी हालेलुया ब्रदर जॉनसन का परिवार के लिए हम प्रार्थना करते हैं प्रभु जी हालेलुया प्रियदासी को बेचलों को स्वर्गीय शांति से प्रभु जी भर दीजिए प्रभु जी हालेलुया हालेलुया आपकी इच्छा आप आपका भक्तों को जीवन में पूरा करते हैं प्रभु जी हालेलुया विश्वास में स्थिर रहते हुए आगे बढ़ने के लिए सहायता करें हाल जिस यानी के लिए हम विशेष करके साथ में मिलकर प्रार्थना करते हैं प्रभु जी हालेलुया तसल्ली दे प्रभु जी वचन के अंदर से हालेलुया हालेलुया सामर्थ्य पाते हुए प्रभु जी ये सब परिस्थिति को सामना करने के लिए प्रभु जी सहायता करे हालेलुया हालेलुया प्रभु जी हाल एक्सीडेंट में जो हाल हॉस्पिटल में भर्ती किया हुआ उस बेटा के लिए हम प्रार्थना करते हैं प्रभु जी हालेलुया प्रभु जी छुड़ा लीजिए प्रभु जी उनकी अवस्था को आप जानते हैं प्रभु हालेलुया अब एक साथ मिलते हुए विश्वास है आपके सामने प्रभु जी इस विषय को भी रख देते हैं प्रभु अब सहायता और मदद करें प्रभु जी हालेलुया प्रभु जी हाल गांधीधाम कलीसिया के लिए फिर से धन्यवाद करते हैं जितना भी सदस्य है सभी को प्रभु जी आप आशीष करें हालेलुया आने वाला दिनों पर प्रभु जी हालेलुया आपकी महिमा उनके जीवन में हाल देखने के लिए प्रभु सहायता करें आज जो ट्रांसलेट किया है सब ब्रदर के लिए भी प्रार्थना करते हैं प्रभु परिवार समेत उनको भी आशीषित करें प्रभु हालेलुया विशेष करके हालेलुया पासवान स्थानीय पासवान के लिए प्रार्थना करते हैं सुरेश पासवान और परिवार को प्रभु जी आशीष करें और उस देश में इस्तेमाल करें प्रभु जी हालेलुया